നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണ്ണമോതിരം ശരീരത്തിൽ കുടുങ്ങിയ ചേര, അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എന്താണ് സംഭവിച്ചത്? കാസർഗോഡാണ് സംഭവം. നോക്കാം വിശദമായി. ദേലമ്പാടി പഞ്ചായത്തിലെ അടൂർ പതിക്കാലിലെ രവിയുടെ വീട്ടിലാണ് ഈ സംഭവം അരങ്ങേറിയിരിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 9:00 ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ കുട്ടികൾ അലമാരയുടെ വാതിൽ തുറന്നപ്പോഴാണ് ചുരുണ്ട് കിടക്കുന്ന പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ വീട്ടുകാർ പാണ്ടി ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചു. ഫോറസ്റ്റ് വാച്ചർ കെ മഹേഷ്, പി കെ അനിൽകുമാർ എന്നിവർ വീട്ടിൽ പാഞ്ഞെത്തി. ശേഷം ഇവർ അലമാര തുറന്നു. അപ്പോഴാണ് ഇതിനകത്തുള്ളത് ചേരയാണെന്ന് മനസ്സിലായത്. പിന്നാലെ മഹേഷും അനിൽകുമാറും ചേർന്ന് ചേരയെ പിടിച്ചു. അപ്പോഴാണ് അതിൻ്റെ ശരീരത്തിൽ മോതിരം കുടുങ്ങിയതായി കണ്ടത്. മോതിരം കുടുങ്ങിയതിനാൽ പാമ്പ് വലിയ അവശനിലയിലായിരുന്നു ആയിരുന്നത്. അത് അനങ്ങാനൊന്നും പറ്റാത്ത സ്ഥിതിയിലായിരുന്നു. മോതിരം അതിൻ്റെ ഉള്ളിൽ പുറത്ത് കുടുങ്ങിപ്പോവുകയും മോതിരത്തിനുള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. പിന്നാലെ കട്ടർ ഉപയോഗിച്ച് മോതിരം മുറിച്ചു മാറ്റി. ശേഷം പാമ്പിനെ കാട്ടിനകത്തേക്ക് തിരികെ വിടുകയും ചെയ്തു. രവിയുടെ പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുന്നതിനാൽ ഇതിനരികിലായി നിർമ്മിച്ച ഷെഡിലാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത്. ഈ ഷെഡിനകത്തുള്ള തടി അലമാരയിലാണ് ഇത്തരത്തിൽ പാമ്പ് കയറിയിരുന്നത്. എന്തായാലും നമുക്കറിയാവുന്നതുപോലെ തന്നെ സംസ്ഥാനത്ത് പാമ്പ് വീടിനുള്ളിൽ കയറുന്ന സാഹചര്യം ഉടലെടുക്കുന്നു, വർദ്ധിക്കുന്നു. ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പാമ്പുകൾ വീടിനകത്ത് കണ്ടെത്തുന്ന സാഹചര്യം, കട്ടിലിനടിയിൽ, കട്ടിലിന് മുകളിൽ, മെത്തയ്ക്കടിയിലും അലമാരയ്ക്കുള്ളിലും ഒക്കെ പാമ്പിനെ കാണുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ വീടിൻ്റെ മുറ്റത്തുള്ള ചട്ടികളുടെ സൈഡിലുമൊക്കെ, വാഹനത്തിൻ്റെ സൈഡിലുമൊക്കെ ഇത്തരത്തിൽ പാമ്പുകൾ കുടിയിരിക്കുന്ന സാഹചര്യം. എന്തായാലും വളരെ ജാഗ്രത വേണം. ഇപ്പോൾ നമ്മൾ പലരും ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും ചുറ്റുപാടും നല്ലപോലെ നിരീക്ഷിച്ച ശേഷമാണ്, എന്തിനേറെ കട്ടിലിനടിയിലൊക്കെ ഒന്നുകൂടി നോക്കി ഉറപ്പിച്ച ശേഷമാണ് നമ്മൾ പലരും കിടന്ന് ഉറങ്ങുന്നത്. അത്തരത്തിൽ നമുക്കൊരു വളരെ പേടി സ്വപ്നമായി ഇത് മാറിയിരിക്കുകയാണ്. എന്തായാലും ഭയം വേണ്ട, ജാഗ്രത മതി. വളരെയധികം സുരക്ഷയോടെ, അല്ലെങ്കിൽ ഒരുപാട് ജാഗ്രത പുലർത്തി പരിസരമൊക്കെ വൃത്തിയാക്കി വെച്ച്, വീടിൻ്റെ അകമൊക്കെ വൃത്തിയാക്കി എപ്പോഴും അടുക്കി പെറുക്കി വെച്ചാൽ ഇത്തരത്തിൽ പാമ്പ് കയറിയിട്ടുണ്ടോ എന്നറിയാൻ സാധിക്കും. മാത്രമല്ല അതിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും. അതേസമയം പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ തടയുന്നതിന് ആരോഗ്യവകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പാമ്പുകടി കേസുകൾ കൂടുതൽ കാര്യക്ഷമമായി നിരീക്ഷിക്കാൻ നടപടികൾ ശക്തിപ്പെടുത്തും. പാമ്പുകടിയുമായി ബന്ധപ്പെട്ട് ലഭ്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ആശുപത്രികളുടെ ഹോട്ട്സ്പോട്ട് മാപ്പിംഗ് നടത്തും. പാമ്പ് കടിയേറ്റ് കൂടുതൽ ആളുകൾ എത്തുന്ന ആശുപത്രികളെ റെഡ് ഫ്ലാഗ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനായി കണക്കാക്കി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും. സാമൂഹിക അധിഷ്ഠിത നിരീക്ഷണത്തോടെ പാമ്പുകടികൾ റിപ്പോർട്ട് ചെയ്യും. ചികിത്സയുമായി ബന്ധപ്പെട്ട കാലതാമസം പ്രത്യേകമായി നിരീക്ഷിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആശുപത്രികളെ ഹബ് ആൻഡ് സ്പോക്ക് രീതിയിൽ ക്രമീകരിച്ച് റഫറൽ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കും. ആന്റി വെനമുള്ള ആശുപത്രികളിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള വിദൂരങ്ങളുള്ള PHC അതുപോലെ തന്നെ CHC-കളിൽ ആന്റി സ്നേക്ക് വെനം ലഭ്യമാക്കും. പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളും റഫറൽ ആശുപത്രികളും കൂടുതൽ ശക്തിപ്പെടുത്തും. റെഡ് ഫ്ലാഗ് പ്രദേശങ്ങളിൽ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കും. പാമ്പുകടി ജീവന് ഭീഷണിയുള്ള രോഗമാണ്. അതുകൊണ്ട് തന്നെ സമീപത്തുള്ള സജ്ജമായ ആശുപത്രിയിൽ ഉടൻ ചികിത്സ ലഭ്യമാക്കേണ്ടതിന് പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഹബ് നോസ് പിറ്റ് വൈപ്പർ, മലബാർ പിറ്റ് വൈപ്പർ തുടങ്ങിയവയ്ക്കായി പ്രത്യേക ചികിത്സാ പ്രോട്ടോക്കോളുകളും നടപ്പാക്കും. ഡോക്ടർമാർക്ക് പാമ്പുകളുടെ ചിത്രങ്ങൾ പരിചയപ്പെടുത്തും. നഴ്സുമാർക്ക് LMA അതായത് ലാറിൻജിയൽ മാസ്ക് എയർവേ പരിശീലനം നൽകും. പാമ്പുകടിയെക്കുറിച്ചുള്ള പ്രാഥമിക ഗവേഷണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. മാത്രമല്ല, തൊഴിലാളികൾക്ക് ഗംബൂട്ടുകളും റബ്ബർ ഗ്ലൗസുകളും പോലുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കണം. കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടിംഗ് സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യും. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിച്ച് പാമ്പുകടി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. ബോധവൽക്കരണം നൽകും. ശക്തമായ ബോധവൽക്കരണം നൽകാനാണ് പദ്ധതി. സർപ്പ് വോളണ്ടിയർമാരുടെ സഹായത്തോടെ അധ്യാപകർക്ക് ബോധവൽക്കരണം നൽകും. സ്കൂൾ, സോഷ്യൽ മീഡിയ ക്ലബ്ബുകൾ വഴി വിദ്യാഭ്യാസ വീഡിയോകൾ തയ്യാറാക്കും. സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാന തലത്തിൽ ഏകീകൃത IEC മെറ്റീരിയലുകൾ വികസിപ്പിക്കുകയും പാഠ്യപദ്ധതിയിൽ പാമ്പുകടി പ്രതിരോധം ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്യുകയും ചെയ്യും. 2025 വർഷം 133 ആശുപത്രികളായി 8456 വയൽ ആന്റി സ്നേക്ക് വെനമാണ് വിതരണം ചെയ്തത്. അതിൽ 6382 വയൽ ആന്റി വെനമാണ് രോഗികൾക്ക് നൽകിയത്. 18 മരണങ്ങളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതായത് ബഹുഭൂരിപക്ഷം പേരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നത്. തിരഞ്ഞെടുത്ത സാമൂഹിക ആരോഗ്യ കേന്ദ്രം മുതലുള്ള ആശുപത്രികളിൽ
എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ആന്റിവെനം നൽകുന്നതെന്നും അതിനാൽ തന്നെ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണം നടത്തരുതെന്നും മന്ത്രി വ്യക്തമാക്കി. പാമ്പുകടിയേറ്റാൽ എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി ജീവൻ രക്ഷിക്കാനാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. അതിനാൽ തന്നെ പരമാവധി ആശുപത്രികളിൽ സൗകര്യമൊരുക്കി ആന്റിവെനം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഇത്തവണ 13 സർക്കാർ ആശുപത്രികളിൽ കൂടി ആന്റിവെനം ലഭ്യമാക്കിയിട്ടുണ്ട്. നിലവിൽ 151 സർക്കാർ ആശുപത്രികളിലും 150 സ്വകാര്യ ആശുപത്രികളിലും ആന്റിവെനം ലഭ്യമാണ്. ആന്റിവെനം ലഭ്യമാകുന്ന സർക്കാർ സ്വകാര്യ ആശുപത്രികളുടെ ലിസ്റ്റ് ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല കനിവ് 108 ആംബുലൻസ് വഴി ആന്റിവെനമുള്ള ആശുപത്രികളിൽ രോഗികളെ കൃത്യമായി എത്തിക്കാനുള്ള നടപടിയും സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കനിവ് 108 ആംബുലൻസിലുള്ള പരിചയസമ്പന്നനായ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വഴി പ്രഥമ ശുശ്രൂഷയും ആംബുലൻസിലെ നിരീക്ഷണവും ഉറപ്പാക്കാനാകും. ആവശ്യമായവർ 108 എന്ന നമ്പറിൽ വിളിക്കണം. ഈ സേവനം ആരംഭിച്ച ശേഷം 5 ദിവസത്തിനിടെ പാമ്പുകടിയേറ്റ 75 പേരെയും പാമ്പുകടി സംശയിച്ച 62 പേരെയും സമയബന്ധിതമായി ആശുപത്രിയിലേക്ക് എത്തിക്കാനായി എന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങളും ലാബ് പരിശോധനകളും അടിസ്ഥാനമാക്കി പ്രോട്ടോകോൾ പ്രകാരമാണ് ആന്റി സ്നേക് വെനം നൽകുന്നത്. വാഹനം വരുന്നത് വരെ പാമ്പുകടിയേറ്റിയാൽ 108 ടീമിന്റെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കണം. പാമ്പുകടിയേറ്റിയാളെ ശാന്തനാക്കണം. ഭീതി ഉണ്ടാക്കിയാൽ രക്തത്തിലൂടെ വിഷം പെട്ടെന്ന് പടരും. അനാവശ്യ ചലനം ഒഴിവാക്കണം. കടിയേറ്റ ഭാഗം അനക്കരുത്. പ്രത്യേകിച്ചും കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതെ എടുത്തോ സ്ട്രക്ചറിൽ കിടത്തിയോ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവ് ഒരിക്കലും അമിതമായി മുറുക്കിക്കെട്ടരുത്. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് പ്രധാനം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരു ജീവൻ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ചുറ്റുമുള്ളവർ കൂടുതൽ സുരക്ഷ നൽകേണ്ടിയിരിക്കുന്നു. ഭയം വേണ്ട, ജാഗ്രത മതി എന്ന കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഇന്നലത്തെ ഒരു കണക്ക് കൂടി നമുക്ക് നോക്കാം. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് ചികിത്സ തേടുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ മാത്രം പാമ്പ് കടിയേറ്റ് ചികിത്സ തേടിയത് 9 പേരാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോഴിക്കോടാണ്. 3 പേരാണ് കോഴിക്കോട് ജില്ലയിൽ ചികിത്സ തേടിയത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, കണ്ണൂർ എന്നീ ജില്ലകളിലും ഇന്നലെ പാമ്പ് കടിയേറ്റ് നിരവധി പേർ ചികിത്സ തേടിയിട്ടുണ്ട്. പാമ്പ് കടിയേറ്റെന്ന് സംശയിക്കുന്ന 15 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിൽ 3 വീതം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആന്റിവെനം സ്വീകരിച്ചവരുടെ കണക്കുകൾ പ്രകാരമാണ് കടിയേറ്റവരുടെ ചികിത്സ സംബന്ധിച്ച വിവരം കിട്ടിയത്. 108 ആംബുലൻസ് സർവീസ് വഴിയുള്ള കണക്കാണിത്. അതേസമയം സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക കർമ്മ പദ്ധതി എന്തായാലും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഭയം വേണ്ട, ജാഗ്രത മതിയെന്ന് ആവർത്തിച്ച് പറയുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.